ഈസ്റ്റോ തൈരോ ഒന്നും ചേർക്കാതെ ആട്ട മാത്രം ഉപയോഗിച്ച് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഗാർലിക് നാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1/4 കപ്പ് തൈര് എടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ചേർത്ത് ചെറു ചൂടുള്ള പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. പാലും പഞ്ചസാരയും ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൈരും ഈസ്റ്റും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ പാല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത പാത്രത്തിലേക്ക് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. നല്ല കട്ട തൈരാണ് ചേർക്കുന്നതെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. പൊടി വിതറി ചപ്പാത്തിനേലും കുറച്ചും കൂടെ കട്ടിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഒരു 1/4 ഭാഗം പരത്തി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന മല്ലിയില, വെളുത്തുള്ളി, കസൂരി മേത്തി ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി പയ്യെ ഒന്നും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിമിൽ നമ്മൾ എന്ത് കുക്ക് ചെയ്താലും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡിൽ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് ആട്ടപ്പൊടിയും കൊണ്ട് എനിക്ക് മീഡിയം സൈസുള്ള 4 ബട്ടർ ഗാർലിക് നാൻ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഹെൽത്തിയർ വേർഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള റെസിപ്പീസിന് ഫോളോ ചെയ്യാം.